ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈമൂറാണ്. അപ്പം ബ്രൈമൂർ തിരുവനന്തപുരം ജില്ലയിലെ പാലോടുള്ള ബ്രൈമൂർ എന്നുള്ള എസ്റ്റേറ്റിനകത്താണുള്ളത്. അപ്പോൾ എസ്റ്റേറ്റിനകത്തൊരു ടീ ഫാക്ടറി ഉണ്ട്. അപ്പോൾ ടീ ഫാക്ടറിയുടെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാനാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ AD 1883 ഈ ഫാക്ടറി നിർമ്മിച്ചേക്കുന്നത്. 2004 വരെ നല്ല രീതിയിൽ പ്രവർത്തനം ഉണ്ടായിരുന്ന ഒരു ഫാക്ടറിയാണ്. ഉപയോഗിച്ചാണ് തീയിടേണ്ടത്. തീയിട്ട് കഴിഞ്ഞാൽ ഇത് തേയില വറക്കാനും ചൂടാക്കാനുള്ള 2 മെഷീനാണ്. വായിച്ചു നോക്കണം, ബോർഡുണ്ട്. അപ്പം ഇത് തേയില, ഇപ്പം മുകളിൽ തേയിലയാണ്, ഇവിടെ വറക്കാനും ചൂടാക്കാനുള്ള സംവിധാനമാണ്. ഇനി പ്രത്യേകിച്ച് ഒറ്റ സ്റ്റാർട്ടിലാണ് ഈ ഫാക്ടറിയുടെ സർവ്വ മെഷീനും പ്രവർത്തിക്കുന്നത്. ശ്രദ്ധിക്കണം, ആ ഫ്രണ്ടിൽ നോക്കണം. ഇവിടുന്ന് നമ്മൾ തുടങ്ങുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം വരെ ഇതുണ്ട്. ഒറ്റ സ്റ്റാർട്ടാണ്. അതിൽ നിന്നാണ് ബെൽറ്റ് കണക്ട് ചെയ്തേക്കുന്നത്. കണ്ടല്ലോ, ഓരോ മെഷീനും പ്രത്യേകിച്ച് സ്വിച്ച് ഇല്ല, ഒറ്റ സ്റ്റാർട്ടിൽ ഇങ്ങനെ പ്രവർത്തിക്കണം. വരും പറഞ്ഞോ. ഇത് തേയില അരയ്ക്കുന്ന 3 മെഷീനാണ്. ഓൺലൈനിൽ ഇവിടെയുള്ള ആൾക്കാർ പറയും റോളർ എന്നാണ് അതിനകത്ത് വെച്ചേക്കുന്നത്. അന്നത്തെ സംവിധാനം, അതായത് ഈ തേയില നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ മുകളിലെ സ്റ്റാർട്ടിങ്ങിൽ തേയില ഇട്ട് താഴെ തീയിടുന്നു, അതിൻ്റെ ചൂട് കൊണ്ട് അത് വാടുന്നു. ശ്രദ്ധിക്കാനുള്ളത്, ആ തേയില ഇവിടെ അരയ്ക്കാൻ പറ്റണമെങ്കിൽ അന്നത്തെ സംവിധാനം ഇതാണ്. ഈ കൊട്ടുന്നു മണിയടിക്കുന്ന അനുസരിച്ച് വേണം മുകളിൽ ഇരിക്കുന്ന ആൾ തേയില ഇതിനകത്തേക്ക് കടത്തിവിടാൻ. അപ്പൊ അത് നിർത്താനും കൊട്ടിയാണ് നിർത്തേണ്ടത്. അതിന് സമയം സഹിതം ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് നോക്കണമെങ്കിൽ പൈപ്പ് വഴിയാണ് തേയില ഇവിടെ വരേണ്ടത്. ഇത് ചലിക്കുന്ന മെഷീനാണ്. അപ്പൊ ഇത് അരച്ച് നമ്മൾ ഈ പച്ച തേയില അവിടെ നിന്ന് ഇവിടെ ഈ മെഷീനിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതിനെ ചതച്ച് ഈ ടീപ്പ് കാണുന്ന ടീപ്പോലിട്ട് കാറ്റ് കൊണ്ടാണ് പിന്നെ അത് ഉണങ്ങിയെടുക്കുന്നത്. ആ ഉണങ്ങുന്ന തേയില സെക്കൻഡ്, തേർഡ്, ഈ 3 മെഷീനിലേക്ക് ഇതിനരച്ചിട്ട് ഇതിൽ പൊടിപ്പിക്കുന്നു. അതിനുശേഷം ഇതിനകത്തേക്ക് ഇട്ടിട്ട് പൊടിപ്പിച്ച് പിന്നെ നമുക്ക് ഇതിന്റെ ഗ്രേഡ് തിരിക്കുന്നതിലേക്ക് അകത്താണ് അതിന്റെ മെഷീനിലേക്ക് പറഞ്ഞു തരാം. ഇതിലേക്കൂടെ സാധനം ഇടും അല്ലേ? അതെ അതെ, ഇതാണ് ലാസ്റ്റ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഇനി പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒറ്റ സ്റ്റാർട്ടിലാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ആ ഒരു ബെൽറ്റ് എല്ലാം കൊടുത്തേക്കുന്നത്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് കറണ്ടിലല്ല ഓടിയത്. കറണ്ടിലല്ല അല്ല, അന്ന് അതായത് 7883 കറണ്ടില്ല. ജനറേറ്റർ. അപ്പൊ ഇത് സായിപ്പ് എന്ന് പറഞ്ഞാൽ ഈ തൊട്ടടുത്ത് കാണുന്ന പുഴയുടെ 3 കിലോമീറ്റർ ടോപ്പിൽ അവര് അണ കെട്ടി അല്ലെങ്കിൽ ഡാം കെട്ടി ഈ കുന്നിൻ മുകളിൽ വെള്ളം കൊണ്ടുവന്ന് ടാങ്കുണ്ട് നേരെ ഇതിനകത്ത് ഇറക്കി ടർബൈൻ. അതാണ് ഒറ്റ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പം അതിങ്ങനെ രാത്രിയും പോലും അവര് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനർജി ഇല്ല, അതായത് വെള്ളത്തിന്റെ ഫോഴ്സ് മാത്രമല്ല, ആ ഫോഴ്സിലാണ്. അവർക്ക് ഓയിലിന്റെ ചെലവ് മാത്രമേ ഉള്ളൂ. അതാണ് ഒറ്റ സ്റ്റാർട്ട് എന്ന് ഞാൻ പറയാൻ കാരണം. ഇത് ഓരോ മെഷീന്റെയും ബെൽറ്റ് മാറണമെങ്കിൽ അതിനകത്ത് മെഷീനിൽ തന്നെയും അതിന്റെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിങ്ങനെ 25 തൊഴിലാളികളും ഇതിനകത്ത് തന്നെ പണിയെടുത്ത സ്ഥലമാണ്. ഇപ്പൊ ടർബൈൻ ഇവിടെ ഇല്ല, പക്ഷെ സ്ഥിതി ചെയ്ത സ്ഥലം കാണിച്ചുതരാം. അപ്പൊ ഈ കാണുന്ന മെഷീനുകളെല്ലാം അന്ന് 1883 കൊണ്ടുവച്ച അത്രയും പഴക്കമുള്ള മെഷീൻസ് ആണ് ഇതെല്ലാം. ആ ജനറേറ്ററിന്റെ മോട്ടറാണ് ഈ കാണുന്നത്. ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെ ഫസ്റ്റിൽ കണ്ട ആ ബെൽറ്റ് ഇങ്ങോട്ട് നോക്കണം, തിരിഞ്ഞു നോക്കണം. ഇവിടെയാണ് ടർബൈൻ സ്ഥിതി ചെയ്തിരുന്ന നോക്കാൻ. ഇവിടെയാണ് വെള്ളം വന്ന് വീഴുന്നത്. ബാലൻസ് വെള്ളം, അതായത് വേസ്റ്റ് വെള്ളം തിരിച്ചു പോലുള്ള ചാലാണ് അന്ന് അവര് സെറ്റ് ചെയ്തേക്കുന്നത്. ടർബൈനില്ല ഇവിടെ സ്ഥിതിയുണ്ട്. അതാണ് പറയുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അത് നേരെ അത് മാത്രം നോക്കിയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇവിടെ വലിയ ഒരു ഫാൻ ഇതെല്ലാം കണക്ട് ചെയ്ത് പൊട്ടിക്കൊണ്ടിരിക്കണം. ഇവിടെ സംഭവം ഇപ്പൊ ഇത് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കൊരു ഐഡിയ ഇല്ലാത്ത. പക്ഷെ എന്നാൽ നമുക്കറിയാൻ പറ്റും ഇത് മോട്ടറിന്റെ ജനറേറ്ററിന്റെ മോട്ടറാണെന്നും നേരത്തെ ഉള്ളത് അതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇത് എന്തിനാണ് നമ്മുടെ ജനറേറ്റർ എന്ന് ചോദിക്കാം. കാരണം ഈ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയപ്പോൾ നമ്മുടെ നിയമം മാറിയില്ലേ? ഇന്ത്യന്റെ നിയമം മാറിയുമ്പോൾ വനത്തിൽ നിന്ന് വെള്ളം അടിക്കാൻ പാടില്ല, വ്യാജമാണ്. അങ്ങനെ ബ്ലോക്ക് ആയപ്പോഴാണ് ജനറേറ്റർ അടിച്ചത്. ഈ ജനറേറ്ററല്ല, ആ മുകളിൽ കാണുന്നത് നമ്മളെ ടർബൈൻ. അത് മാത്രമേ ചിന്തിച്ചാൽ മതി. ഇനി എന്നാൽ ഈ സായിപ്പ് അവരാവശ്യത്തിന് കറണ്ട് ഉപയോഗിച്ചു. ഈ വെള്ളത്തിൽ നിന്ന് അവർ കറണ്ട് എടുത്തു. അതിൻ്റെ ഒരു തെളിവില്ല. നമ്മുടെ KFCയുടെ നോക്കാം. ഇതൊന്ന് വായിച്ചു മൊബൈൽ വായിക്കേ. മേഡിനല്ല, ഗ്രേറ്റ് ബ്രിട്ടൻ.
200 ആംപിയർ 500 വാൾട്ട് കറണ്ട് അവർ. ഓ ബ്രിട്ടൻ്റെ അല്ലേ, മേഡ് ഇൻ GTO. അതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. ആ ഓക്കെ ഓക്കെ. 500 വോൾട്ടിൻ്റെ 500 വാൾട്ടിന്റെ ജനറേറ്ററാണ് ഇരിക്കുന്നത് കേട്ടോ. 200 ആംപിയർ 500 വോൾട്ടും അല്ലേ. അതാണ് 500 വാൾട്ടിന് ഇത്രയേ ഉള്ളൂ. അപ്പൊ 1000 വാൾട്ടിന് ഇതിന്റെ ശകലം കൂടെ വേണം. നമ്മളാക്കുകയാണെങ്കിൽ എത്രയുണ്ട് ഇതിന്റെ വലിപ്പം നോക്കിയിട്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന 220 വാട്ടാണ്, അതിന്റെ ഇരട്ടിയുണ്ട്. അതാണ് ഈ കൊച്ചൊരു മെഷീനിലാണ് സായിപ്പ് അന്ന് അതായത് പഴയ കാലത്ത് അദ്ദേഹം ഇവിടുന്ന് കറണ്ട് എടുത്തു തോന്നി. വെള്ളത്തിൽ നിന്ന് തന്നെ അവർ ഈ ഫാക്ടറി ഓട്ടിക്കണം മാത്രമല്ല അവരാവശ്യത്തിന് 500 വാട്ട് കൊണ്ട് എന്തായാലും ഇത് പോകത്തില്ലല്ലോ, അവരത് കറണ്ട് കൊടുത്തു. അന്നത്തെ അവരുടെ തല അനുസരിച്ച് അതേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടിപൊളി. ഇനി നമുക്ക് ആ ഗ്രേഡ് തിരിക്കുന്ന വിഷയം കാണിച്ചാൽ. പഠിക്കുന്നതന്നെ. അതെ അതെ, അത് 3 അത് നമ്പർ 1 പൊടി ചതച്ച് മറ്റേ അവിടെ ഇരുന്ന് 2 അത് 3 അങ്ങനെയാണ് 3 തരത്തിൽ 3 മെഷീനാണ് ഡയറക്റ്റ് 3. ഓക്കെ ഓക്കെ. എന്നാല് ഗ്രേഡ് തിരിക്കുന്നത് ഈ തേയില ഗ്രേഡ് തിരിക്കാനാണ്. അപ്പോൾ ഈ ഒരെണ്ണം വേസ്റ്റ് ഈ നെത്തണ്ടുകളെല്ലാം പോകാനും ബാക്കി ഗ്രേഡ് തിരിച്ച് സൂക്ഷിക്കുന്ന അന്നത്തെ കലവറ നമ്മളെ വീട്ടിൽ ഉള്ള 10,000 അവർക്ക് കലവറ. ഇത് ഓരോ അറയിൽ ആ ഗ്രേഡിനനുസരിച്ചുള്ള സാധനം സൂക്ഷിക്കാം. വീണ്ടും അത് അതിനകത്തുള്ള ഇതെല്ലാം തുറന്നു വയ്ക്കുള്ളൂ. ജനങ്ങളെ ഉള്ളൂ ഇത് ഇപ്പോൾ കണ്ടുപിടിക്കണമെന്ന് ഉള്ള ആൾക്കാർ. ഇതിന് നമ്മൾ വീട്ടുകാരെ യൂസ് ചെയ്യുന്ന ടാപ്പിൻ്റെ വൈപ്പ് അറിയാം. ഇപ്പൊ നമ്മൾ വിരിക്കുന്ന ടാപ്പിൽ ഇല്ല അറിയത്തില്ല. എൻ്റെ ഹോള് നോക്കുക വലിയ നോക്കിയിട്ട് കാര്യമില്ല. ഇത് ആൾക്കാരാണ് അരിച്ചു വരേണ്ടത്. അപ്പോൾ ഇത് തന്നെ എത്രയോ വലിപ്പമുള്ളതുപോലെ നമുക്ക് ഇത് ചലിക്കും കേട്ടോ. അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കും. അത് ഇങ്ങനെ അത് ചലിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പം മോട്ടറാകുമ്പോൾ എങ്ങനെയായിരിക്കും സങ്കലാകുമ്പോൾ കോളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഇവിടെ നിന്ന് 8 ഐറ്റം തേയില എണ്ണ എടുക്കണം. 8 ഐറ്റം തേയില എന്ന് പറയുമ്പോൾ ഈ ഇത് ബോർഡാണ്. ഈ അരിപ്പ ആ ചരി ചേഞ്ച് ചെയ്യും. ഈ ഓരോ ബോഡി ചേഞ്ച് ചെയ്യുമ്പം അതനുസരിച്ചുള്ള ക്വാളിറ്റിയിലുള്ള ചായപ്പൊടിയാണ് വരുന്നത്. അപ്പോൾ ഈ ചായപ്പൊടിക്ക് ഒരു ഇപ്പം നമ്മൾ മൂന്നാർ ഇങ്ങനെ പല സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ ഓരോ പേരിൽ നമുക്ക് ചായപ്പൊടി വരുന്നില്ലേ. അപ്പം പോകുന്ന ഒന്നിലാണ് പോകുന്നത്. AVT അങ്ങനെയൊക്കെ പറഞ്ഞ പല ചായ ഒരു ഇപ്പം ഇവിടെ തന്നെ ഒരു കമ്പനിയുടെ സാധനം. പക്ഷേ ഏതെല്ലാം രീതിക്ക് ഏതെല്ലാം ക്വാളിറ്റിയിൽ അവർക്ക് തിരിച്ച് പൗഡർ തരി കൂടിയ തരി അങ്ങനെ തന്നെ ലീഫിൻ്റെ ഇപ്പോൾ എന്തെല്ലാം പേര് ഒരു തേയില ചെടിയിൽ നിന്ന് തന്നെ ഇപ്പോൾ എത്ര ഐറ്റം തേയില ഏതെല്ലാം രീതിക്ക് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ എസ്റ്റേറ്റ് വേറെ എന്തെങ്കിലും കൃഷിയുണ്ടോ? ഇതിനകത്ത് ഗ്രാമ്പുണ്ട്, ജാതിയുണ്ട്, കുരുമുളകുണ്ട്, ഏല ഒഴി എല്ലാം ഉണ്ട്. ഏലയല്ല കാപ്പിയുണ്ട്. പക്ഷേ കുരങ്ങൻ്റെ ശല്യം, മൃഗത്തിൻ്റെ ശല്യം അമിതമായതുകൊണ്ട് കൃഷി ധാന്യങ്ങൾ നശീകരണത്തിന് യാതൊരുവിധ കുറവുമില്ല. കുരങ്ങ് കൂടുതലുണ്ട്. അപ്പോൾ 1600 കൂടി തെങ്ങുള്ളതിൽ ഒരു തേങ്ങ പോലും നമുക്ക് അരയ്ക്കണമെങ്കിൽ ഇപ്പോൾ വെളിയിൽ പോകണം. ആരും പറഞ്ഞാൽ വിശ്വസിക്കും ഒരു എസ്റ്റേറ്റിൽ തേങ്ങയില്ലാന്ന് പറഞ്ഞു. അത് കൊച്ചിങ്ങാവുമ്പോഴേ കുരങ്ങും മലയെണ്ണാനും കാണിക്കും, തുരന്ന് നശിപ്പിക്കും. ഭയങ്കര വിഷയം. പിന്നെ ആനയുടെ കാര്യം പറയണ്ടല്ലോ. എല്ലാ മൃഗമുണ്ട്, എല്ലാ മൃഗവും. കരിയത്തെ വനവും നമ്മുടെ എസ്റ്റേറ്റും ഒക്കെ ടച്ചായി കിടക്കുന്ന ഒരു ഏരിയ. അപ്പം മൃഗശല്യമുണ്ട്, അതേപോലെ കുരങ്ങ് ശല്യമുണ്ട്, ഇഴജന്തുക്കളുണ്ട്. പൊന്മുടി പോലുള്ള ട്രക്കിംഗ് ആണ്. അത് വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യാജമായിട്ട് ആർക്കും വിടുന്നുണ്ട്. അത് അവരുമായിട്ട് ഇങ്ങനെ ഫോറസ്റ്റുമായിട്ട് ഇപ്പോൾ എക്കോ ടൂറിസം നിലവിലുള്ളത് കൊണ്ട് പൊന്മുടിയും മങ്കയും 2 എക്കോ ടൂറിസം നിലവിലുണ്ട്. ഇവിടെ അടുത്താണ്. ഈ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു നടപ്പാതയാണിത് ബ്രഹ്മപുറത്ത് പോകേണ്ടത്. അപ്പോൾ അവരുടെ ഗൈഡും ഫോറസ്റ്റിൻ്റെ അനുമതിയും പാക്കേജായിട്ട് അവരലോട് ചെയ്യും. അവിടെയാണ് ബന്ധപ്പെടേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ താഴെ ഫാക്ടറിയുടെ മിഷൻസ് കാര്യങ്ങളൊക്കെ താഴെ കണ്ടായിരുന്നു. അപ്പോൾ ഇത് തൊട്ട് മേളിലാണ്. അതിൻ്റെ മുകളിൽ നമ്മളാ ഇലച്ചെടികൾ, അതായത് നമ്മളെ തേയിലയുടെ ചെടി ഇലകൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഇവിടെ നിന്ന് ആവശ്യമനുസരിച്ചാണ് താഴോട്ട് നമ്മളെ മെഷീനിലേക്ക് ലീഫ് വിടുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ആ വീഡിയോ കണ്ട സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഈ ഫ്ലോർ എന്ന് പറയുന്നത് ഫുള്ള് തടിയിൽ തീർത്തേക്കുന്ന സ്ഥലമാണ്. പഴയ തടിയുണ്ട്, നമ്മളെ വനത്തിനകത്തുണ്ടായിരുന്ന തടികൾ ഉപയോഗിച്ച് ചെയ്തിരുന്ന ഫ്ലോറൊക്കെയാണ്. ഇപ്പോഴും അത് ഒരു കേടുപാടുമില്ലാതെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ പഴയ കാലത്തുള്ള മെഷീൻസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഫാക്ടറിയുടെ ഒരു വ്യൂ ആണ്. അപ്പം
നല്ല പൊന്മുടിയുടെ മലനിരകളുടെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം വളരെ നല്ലൊരു സ്ഥലമാണ്, നമുക്ക് കാണേണ്ട ഒരു സ്ഥലമാണ്. പഴയ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ബ്രൈമൂർ എസ്റ്റേറ്റിലെ നമ്മളെ ടീ ഫാക്ടറിയിലെ വിശേഷങ്ങളും കാഴ്ചകളും എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.